അമ്മേ, അതെ, എനിക്കറിയാം. അതോടൊരിക്കും എനിക്കറിയാം. എനിക്കിപ്പോ എല്ലാം ഓർമ്മ വരുവാ. എനിക്കറിയാം. ഞാനാ കണ്ടുപിടിച്ചേ. ഇത് ഞാനാ കണ്ടെത്തിയേ. ഈ സൗണ്ട് കാരണല്ലേ അവരെ കൊണ്ടുപോയേ. കൊണ്ടുപോയി കൊടുക്ക. എന്നിട്ടേ എന്റെ മോനെ വിട്ടു നമ്പർ. അച്ഛാ, ഇതെങ്ങനെയാ ഇവിടെ? ഞാൻ കണ്ടതാ. ഞാനാ ഇതെടുത്ത് ഇതിനകത്ത് വെച്ചതേ. ഞാൻ തന്നെ അടുത്ത് വെച്ചേ. അവൻ വരുമ്പോ കൊടുക്കാന്ന് പറഞ്ഞേ ഞാനാ അതെടുത്ത് ഓട്ടോ ഇവിടെ കൊണ്ടുവച്ച് ഞാനാ. പക്ഷേ ഞാൻ മറന്നുപോയി. നിങ്ങൾക്ക് ഇതിനൊന്നും ഒരു ഉത്തരവ് ഉണ്ടാവില്ല. അതെനിക്ക് നല്ല പോലെ അറിയാം. നിങ്ങൾക്ക് മറവിയാണല്ലോ. മറവി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ആരും ഒന്നും ചോദിക്കത്തില്ലല്ലോ നിങ്ങളോട്. ഈശ്വര, എന്റെ വിഷ്ണു, അവൻ ഞാൻ എന്തോ ചെയ്യാൻ ഈശ്വര. മോളെ, എന്തോ നമുക്കിപ്പോ ചെയ്യാൻ പറ്റുന്നേ? ഞാൻ കുറ്റമറ്റെടുത്ത് അകത്ത് പോയി കിടന്നാ മതിയോ? എന്റെ മോനെ പുറത്തിറക്കാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യാനും തയ്യാറായിട്ടാണ് ഞാനിവിടെ ഇരിക്കുന്നത്. എന്റെ മക്കൾ പറ, അച്ഛൻ എന്ത് ചെയ്യണ്ടേ? മക്കൾ പറയുന്ന പോലെ അച്ഛൻ ചെയ്യാം. വിഷ്ണുവേട്ടന് പകരം അച്ഛൻ പോയി ലോക്കപ്പിൽ കിടന്ന സത്യമ്മയുടെ സങ്കടം മാറുമോ? ഒരാൾക്ക് പകരം മറ്റൊരാളായതുകൊണ്ട് കാര്യമില്ലല്ലോ. നമ്മുടെ കുടുംബത്തിൽ നിന്നും എന്നേക്കുമായി ഈ കേസ് എങ്ങനെ ഒഴിവാക്കി വിടും? അതാ നമ്മളിപ്പോ ചിന്തിക്കേണ്ടേ. സ്വർണം ഇതിപ്പോ എങ്ങനെ ഏൽപ്പിച്ചാലും അതെടുത്തത് വിഷ്ണുവേട്ടനാണെന്ന് തന്നെ പറയൂ. ഞാൻ കാരണം എല്ലാം ഉണ്ടായത് ഈ നശിച്ച മറവിയാ. എല്ലാത്തിനും കാരണം എന്റെ പിന്നിലെ ഞാൻ കള്ളനാക്കി. അയ്യോ, ഞാനെന്തിനാ ഇങ്ങനെ ഒരു അതിപ്പറ്റായിട്ട് ജീവിക്കുന്നത്? ഞാൻ ജീവിക്കുന്നത് നല്ലതേ, മരിക്കുന്നതാ. എനിക്ക് ജീവിക്കണ്ട. എല്ലാവരും സമരപ്പെടുത്തിട്ട് ഞാൻ എന്തെങ്കിലും ജീവിക്കുന്നു. അച്ഛൻ ഒന്ന് സമാധാനത്തോടെ ഇരിക്കും. അച്ഛന് കുടിക്കാൻ വെള്ളം മറ്റോ വേണം. ബുദ്ധിമുട്ട് എന്തെങ്കിലും തോന്നുന്നുണ്ടോ? എനിക്കെന്റെ വിഷ്ണുവിന്റെ കാര്യം ഓർത്തിട്ടേ സഹിക്കാൻ പറ്റുന്നില്ല മോളെ. അവനെ നമുക്ക് സെഷൻ നടക്കണ്ടേ? അതൊക്കെ നമുക്ക് ചെയ്യാം. അതൊന്നും ഓർത്ത് അച്ഛൻ വിഷമിക്കണ്ട. ദേ, ഇനി ഇങ്ങനൊന്നും കാണിക്കുകയും ചെയ്യരുത്, കേട്ടല്ലോ? അവളെ കുറ്റം പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല. തെറ്റുകാരൻ ഞാനാണെന്ന് അറിഞ്ഞപ്പം മുതൽ ചക്ക കത്തി ഞാനിവിടെ നിൽക്കുന്നു. മോളും എത്രയോട്ട് നിരക്കണേ, ഇല്ലെങ്കിൽ ഈ അച്ഛന് ഹൃദയം നിൽക്കുന്ന നെപ്പി തിന്നോ മകളെ. അതിന് മാത്രം സങ്കടേ ഞാൻ കടിച്ചമർത്തുന്നുണ്ട്. അച്ഛാ, സത്യമ്മയുടെ വിഷമം കൊണ്ടാ സത്യമ്മ അങ്ങനെയൊക്കെ പറഞ്ഞു. പക്ഷെ അച്ഛനിത് അറിയാതെ ചെയ്തു പോയതല്ലേ? ഇതിപ്പം അസുഖം ആരുടെയും കുറ്റമൊന്നും അല്ലല്ലോ. എന്തായാലും പക്ഷെ ആ കല്യാണം നടക്കാൻ പോകുന്ന പെൺകുട്ടിയുടെയും അവളുടെ അച്ഛന്റെ മുന്നിൽ
സത്യാമ്മയ്ക്ക് തല കുനിച്ച് നിൽക്കേണ്ടി വന്നില്ലേ? അത് മാത്രമല്ല, ആ ACP ചന്ദ്രബോസ് ചോദിച്ച ചോദ്യങ്ങൾക്ക് മുന്നിൽ മറുപടി പറയാനാവാതെ തകർന്ന മനസ്സുമായി വാ മൂടിക്കെട്ടിയ അവസ്ഥയിൽ നിന്ന് കൊടുക്കേണ്ടി വന്നില്ലേ? അതെല്ലാം അച്ഛനീന്ന് സംഭവിച്ച ഈ മറവി കൊണ്ട് മാത്രമാണ്. ആ ഒരു സങ്കടം കൊണ്ട് സത്യമ്മ അങ്ങനെയൊക്കെ പറഞ്ഞു. എല്ലാം നഷ്ടപ്പെട്ട് നിൽക്കുകയല്ലേ അച്ഛ. അതിന്റെ കൂടെ ഇങ്ങനെയുള്ള കേസും കൂടി ആവുമ്പോ ഇതിപ്പോ ആരാണെങ്കിലും തകർന്നു പോകും. എല്ലാം തരണം ചെയ്ത് പിടിച്ചു നിൽക്കുന്നില്ലേ? അത് സത്യമ്മ ചെയ്തിട്ടുള്ള പുണ്യം കൊണ്ടാ. മുൻപ് ചെയ്തിട്ടുള്ള നല്ല പ്രവൃത്തിയുടെ ഗുണം അതുകൊണ്ട് മാത്രമാ സത്യമ്മ പിടിച്ചു നിൽക്കുന്നത്. ഇതിനുള്ള പരിഹാരം ഞാൻ തന്നെ കണ്ടോളാം.